1 കൊരിന്തോസ് 1:24. വിളിക്കപ്പെട്ടവർക്ക് ഒന്ന് പറഞ്ഞേ, വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, എനിബഡി അതാണ് ആരായാലും ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. ക്രിസ്തു ഒരേ സമയം തന്നെ പവർ മാത്രമല്ല, ദൈവത്തിന്റെ ശക്തി മാത്രമല്ല, പിന്നെ എന്താണ്? ദൈവത്തിന്റെ ജ്ഞാനമാണ്, അറിവാണ്, കോൺഷ്യസ് ആണ്, പേഴ്സൺ ആണ്. അപ്പോൾ ഒരേ സമയം തന്നെ ക്രിസ്തു നമ്മൾ എങ്ങനെയാണ് ഈ പവറിനോടല്ല ഇൻട്രാക്ട് ചെയ്യണത്, ഒരു ജ്ഞാനം, നമ്മുടെ അവസ്ഥകൾ എല്ലാം അറിയുന്ന ഒരാളിനോടാണ് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയണത്. അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ. അപ്പോൾ ഒരേ സമയം തന്നെ ക്രിസ്തു ഒരു പേഴ്സണുമാണ്, ഒരു വ്യക്തിയുമാണ്, ഒരു ശക്തിയുമാണ്. ഇനി എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഈ യേശുവിൻ്റെ രണ്ട് ഫാക്കൽറ്റികളും ഒരുപോലെ നമ്മളിലേക്ക് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഈ ഭൂമി കുലുങ്ങുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനും കരകയറാനും പറ്റത്തുള്ളൂ. പക്ഷെ ഒരിക്കലും അർപ്പിത് വന്ന് അമ്മയുടെ നിർബന്ധം കൊണ്ട് വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ്റെ ലൈഫിൽ ഇവനത് കുറച്ചൊക്കെ ചെയ്യും, കുറച്ച് ചെയ്യത്തില്ല. അപ്പോൾ അതിൻ്റെ ലാഗിങ് ഉടമ്പടിയിലുണ്ടാകും. പിന്നെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ പെട്ടെന്ന് ഉടമ്പടി പുതുക്കി 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇവന് ജോലി കിട്ടും, നല്ല ശമ്പളത്തിൽ ജോലി കിട്ടും. ഉടമ്പടി പുതുക്കി 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ജോലി കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഞാനാണ് ദൈവമെങ്കിൽ കൊടുക്കത്തില്ല. എന്താ കാര്യം? ഇവൻ ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ട്. അപ്പോൾ ദൈവം വളരെ കരുണയുള്ള ആളാണ്. നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായാലും വളരെ, അതുകൊണ്ടാണ് നമ്മൾ ദൈവം എന്ന് പറയണത്. അല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എന്നാൽ ജോസഫ് ചേർന്ന് പറഞ്ഞാൽ മതിയില്ല. അതിൻ്റെ പ്രശ്നത്തിൽ ദൈവം. അപ്പം നമ്മളുടെ മെറിറ്റുകൾ, നമ്മൾ രക്ഷപ്പെടാനുള്ള കണ്ടൻറ്റുകൾ, ഇപ്പം നിനക്ക് ബോധ്യം കിട്ടിയില്ല, ഉടമ്പടി ചെറുതായിട്ട് ഉഴപ്പിപ്പോയെങ്കിലും ദൈവം നിന്നെ താങ്ങും. അപ്പോൾ അപ്പം പെട്ടെന്ന് അർപ്പിതിന് ഒരു ഭാവമാറ്റം പറ്റും. കാര്യം ഇങ്ങനെ പെട്ടെന്ന് ഈ അമ്മയടുത്ത് വന്ന് പുതുക്കിയപ്പോൾ തന്നെ ജോലി കിട്ടിയപ്പോഴും വിചാരിക്കാത്ത ശമ്പളം കിട്ടി. അപ്പോൾ കുറച്ച് ആ ശമ്പളത്തിൻ്റെ ഒരു ഹാങ് ഓവറിൽ പുള്ളി കുറേ നാളൊക്കെ ഉടമ്പടിയൊക്കെ ചെയ്തൊക്കെ നടന്നേച്ചും പെട്ടെന്ന് പുള്ളിക്ക് വേറെ ഒരു കണ്ടം കയറി, സാത്താൻ കയറി. ഈ പ്രതിപക്ഷവും സാത്താനും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ തന്നെ ആൻറ്റിബോഡി വർക്കൗട്ട് ചെയ്യും. സ്പിരിച്വലായിട്ട് ലൈഫിനും ആൻറ്റിബോഡികളുണ്ട്. അത് നമ്മുടെ സ്പിരിച്വൽ ആയിട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ അതിൻ്റെ ആൻറ്റിബോഡി വർക്കൗട്ട് ചെയ്യും. അതിന് വർക്കൗട്ട് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർപ്പിനോട് പറയും, ഇത് ശമ്പളം നല്ലത് കിട്ടി, അത് നിൻ്റെ കഴിവ് കൊണ്ടാണ്, അത് കഴിവ് കൊണ്ടാണ് നിനക്ക് കിട്ടിയെന്ന് പറയും. അർപ്പിത് ഉടമ്പടി പുതുക്കി അർപ്പിന് എപ്പോഴും ഒരു മെൻറ്ററുണ്ട്. ഉടമ്പടിയുടെ ഏറ്റവും ഇന്നുവരെ ഞാൻ കണ്ടിട്ടുള്ളത് ഉടമ്പടി ഏറ്റവും വലിയ മെൻറ്റർമാർ അമ്മമാരാണ്. അമ്മമാരുടെ ചില വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായ അവരുടെ ആധ്യാത്മികയെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഫെയ്ത്ത് പ്രൊമോട്ടേഴ്സ് എന്ന രീതിയിൽ അമ്മമാർക്ക് 60% കൂടി മാർക്കാണ് അപ്പന്മാരെക്കാൾ ഉപരി. അപ്പോൾ അമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള സാഹചര്യം മരിച്ചു എന്നതിൻ്റെ അർത്ഥം. ഒരു കുടുംബത്തിൽ അമ്മ മരിച്ചു എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ അമ്മമാർ ഗൾഫിൽ പോകണം, അമേരിക്കയിൽ പോകണം, കാനഡയിൽ പോകണം എന്നൊക്കെ പറഞ്ഞില്ലേ, അതായത് വിശ്വാസത്തിൽ അവർ ഒരു ഡീപ്പോർട്ട് ചെയ്ത് പോവുകയാണ്. ഇങ്ങനെ നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അമ്മയാണ് നമ്മൾ പറയണത്. അങ്ങനെയല്ല മോനെ, വെയിറ്റ്, അമ്മ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. എന്താ കാര്യം? നമ്മുടെ ആ ജന്മം ഉണ്ടായ കാലം മുതൽ നമ്മൾ കണ്ണ് തുറന്ന് ഇവരാണ് നമ്മുടെ അമ്മയെന്ന് കണ്ട കാലം മുതൽ നമ്മുടെ നന്മയല്ലാതെ ഒന്നും അവർ ഉദ്ദേശിച്ചിട്ടില്ല. അത് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് അമ്മയെ നല്ല വിശ്വാസമാണ്. നമ്മൾ കണ്ണ് തുറന്ന് കണ്ടത് മുതൽ ഇവരാണ് നമ്മുടെ അമ്മയെന്ന് നമ്മൾ മനസ്സിലാക്കിയ മുതൽ ആ ജന്മം ഇന്ന് വരെ നമ്മുടെ നന്മയല്ലാതെ ഒന്നും അവർ ഉദ്ദേശിച്ചിട്ടില്ല. അതിനു വേണ്ടി എന്ത് അറ്റം വരെ പോകാൻ അവർ തയ്യാറാണ്. അത്രയും അർപ്പിതയാണ് അവരെ. അതുകൊണ്ട് തന്നെ അമ്മമാർ, നിങ്ങൾക്കുള്ള ഡ്യൂട്ടി, നിങ്ങൾ മക്കളെ വിശ്വാസത്തെ നിലനിർത്തുക ആണെങ്കിൽ നിങ്ങളുടെ ജന്മം സാഫല്യമായി. പക്ഷെ ചില അമ്മമാരോട് എന്താണ് അത്ര യോജിപ്പ് കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസത്തിൽ മക്കൾ അകറ്റിക്കളണേൽ ഇവർ തന്നെ വിലത്തരം കാണിക്കണത്. അതാണ് വിഷയം. വിശ്വാസത്തിൽ നിന്ന് മക്കൾ ഭാര്യ വഴക്കിട്ട് പോയി, അപ്പോൾ ഉടനെ ഭർത്താവ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ മകൻ എന്ത് ചെയ്യും? അമ്മയോട് പറയും, അമ്മ അവൾ പോയി. അപ്പോൾ അമ്മ എന്ത് പറയും? അവൾ പോണേ പോട്ടറ, ഞങ്ങൾക്ക് വേറെ പെണ്ണെ കിട്ടുമെന്ന് പറയും. ഉടനെ ഈ പിശാച് ഉടനെ അത് പറയും. അമ്മ പെട്ടെന്ന് പിശാച്ചായിട്ട് മാറും. മകനോടുള്ള താല്പര്യം കൊണ്ട് ദൈവത്തെ മറന്ന് അവർ നമുക്ക് ഡയലോഗ് പറഞ്ഞു തരും. അവൾ പോണേ പോട്ടറ, നമുക്ക് വേറെ പെണ്ണെ കിട്ടുമെന്ന് പറയും. അപ്പോഴമ്മ പറഞ്ഞില്ലേ, പിന്നെ നമുക്ക് അവൾ പോണേ പോട്ടെ. അപ്പോൾ പല കുടുംബങ്ങളും നശിപ്പിച്ചതിൽ അമ്മമാർ കൃത്യമായ പങ്കുണ്ട് അമ്മമാർക്ക്.
അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നിങ്ങൾ ദൈവത്തെ മറന്ന് മകനാണ് മകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയാണെന്നൊരു കാര്യമില്ല. നിങ്ങൾക്കൊന്നും ദൈവത്തെ മറന്ന് സംസാരിക്കാനുള്ള അവകാശമില്ല. ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഉടമ്പടി ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംഭവിക്കും. ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു ലിങ്ക്, കറണ്ട് വന്ന് കറണ്ട് പോകണമെന്ന പോലെ പറഞ്ഞ പോലെ ഈ ഒരു ഉടമ്പടിയിലാണ് നമ്മുടെ ജീവിതം നിൽക്കുക. ഇപ്പം നിങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തില്ലെങ്കിലും നിങ്ങളുള്ള ഒരു അനോണിമസ് ഉടമ്പടി നിൽക്കുകയാണ്. ഒരു അൺനോൺ ഉടമ്പടിയിലാണ് നമ്മൾ നിൽക്കുന്നത് ദൈവമായിട്ട്. അൺനോൺ ഉടമ്പടിയെ നമ്മൾ പ്രഖ്യാപിതമായിട്ട് ഇവിടെ പ്രയോഗിക്കുക മാത്രമാണ് കൃപാസനത്തിൽ ചെയ്യണത്. അൺനോണായിട്ട് ഒരു ദൈവമായിട്ട് നമുക്കൊരു ഉടമ്പടി ഉണ്ട്. പക്ഷേ അത് ബ്രേക്കായി പോയി ചില ആൾക്കാർക്ക്. ദൈവത്തിനേക്കാൾ വലിയ പ്രാധാന്യം മക്കൾക്കോ ജോലിക്കോ വീടിനോ വിവാഹത്തിനോ പ്രണയത്തിനോ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നീ ഉടമ്പടി കണ്ടിച്ചു പോകും. എപ്പോഴും നമ്മൾ സംഭവിക്കും ഉടമ്പടി എപ്പോഴാണ് ഈ നമ്മൾ ദൈവമായിട്ടുള്ള എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തകർച്ച സംഭവിക്കണത്? അതിന് സംബന്ധിച്ച് ഈ അൺനോൺ ഉടമ്പടി, അപ്രഖ്യാപിതമായിട്ടുള്ള അനോണിമസ് ആയിട്ടുള്ളൊരു ഉടമ്പടിയുണ്ട്, അജ്ഞാതമായ ഉടമ്പടി. പെട്ടെന്ന് അത് പ്രകടമല്ലാത്തൊരു ഉടമ്പടിയുണ്ട്. ഈ പ്രകടമല്ലാത്ത ഉടമ്പടി നിങ്ങൾ ദൈവത്തിനേക്കാൾ പ്രാധാന്യം ആർക്ക് കൊടുക്കുന്നുവോ, വ്യക്തിക്ക് കൊടുക്കാം, സൗന്ദര്യത്തിന് കൊടുക്കാം. ഒരു ദിവസം ഒരു കൊച്ചിനോട് പറഞ്ഞു, നീ എന്താണ്ട് വേദപാഠത്തിന് വന്നില്ലല്ല? അവ പറഞ്ഞു, ഉടുപ്പില്ല. ഉടുപ്പ് അവർക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവളുടെ അമ്മ അവളെ ട്രെയിൻ ചെയ്തിരിക്കുക. അവൾ 6ാം ക്ലാസ്സുകാരത്തിയാണ്. അവൾ ഒരു സുന്ദരിക്കുട്ടിയാണ്. പക്ഷേ ഞാൻ അവളുടെ വീട് വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ അവളുടെ അലമാരി തന്നെ ഏതാണ്ട് ഈ നമ്മുടെ എന്നൊക്കെ പേരൊന്നും അറിയാൻ പാടില്ല, ലിപ്സ്റ്റിക്ക് പോലെ ഉപയോഗിക്കുന്ന ഷെയ്ഡുകളിരിക്കുകയാണ്. ഷെയ്ഡുകൾ എത്രയോ ഷെയ്ഡുണ്ട്? ഒരു 10-24 ഷെയ്ഡുണ്ട്. അവരുടെ അമ്മ ബ്യൂട്ടീഷ്യൻ കോഴ്സ് നടത്തുകയൊന്നുമല്ല, അവർ സാധാരണ ഒരു ഹൗസ് വൈഫാണ്. പക്ഷേ കുഞ്ഞിൻ്റെ ഉടുപ്പിന് പറ്റുന്ന രീതിയിലുള്ള ഷെയ്ഡുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം ഉടുപ്പിന് പറ്റിയ ഷെയ്ഡില്ല, വേദപാഠത്തിൽ പോണില്ല. അതാണ് സംഭവം. ഉടുപ്പിന് പറ്റിയ ഷെയ്ഡ് ചുണ്ടത്തേക്കാൾ ഇല്ലാന്ന് കാരണം കുഞ്ഞ് വേദപാഠത്തിൽ പോയിട്ടില്ല. ഞാനിത് കൈയോടെ പിടിച്ചു സാധനത്തിൽ രണ്ടിനെ, അമ്മേനെ മകളെ പിടിച്ചു. ഞാൻ അപ്പം നിങ്ങളുടെ ജീവിതം ഇവിടെ വെച്ച് പട്ടി ചാകണം, അവർ ചത്ത് തിരികെയുള്ളൂ. കാര്യം നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ ചുണ്ടിനേക്കാളും ഉടുപ്പിനേക്കാളും കുഞ്ഞിനേക്കാളും വലുത്, ദൈവത്തേക്കാൾ വലുത് അതാണ്. അവിടെ നമ്മൾ ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബ്രേക്കായിപ്പോയി. ഈ ഉടമ്പടി, നിലവിലിരിക്കുന്ന ഉടമ്പടി അറിയാതെ ബ്രേക്കായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ കവനൻ്റെ എന്താണ്, നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാൻ ഇല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. മറ്റൊരു ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? സൗന്ദര്യമാകാം, ആരോഗ്യമാകാം, സമ്പത്താകാം, ചിലപ്പോൾ കമ്പനിയാകാം, ചിലപ്പോൾ ജോലിയാകാം, ചിലപ്പോൾ ലൈനടിച്ച് കെട്ടാൻ പോണ ഭർത്താവാകാം, ഭാര്യയാകാം, കാമുകനാകാം. ദൈവത്തെക്കാൾ പ്രാധാന്യം സ്വത്തിനോ എന്തിനു വന്നാൽ അപ്പോൾ ഈ നിലവിലുള്ള ഉടമ്പടി ബ്രേക്കാവും. നിലവിലുള്ള ഉടമ്പടി ബ്രേക്കായാൽ നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാലും പിന്നെ ഗതി പിടിക്കത്തില്ല. എന്താ കാര്യം? ഈ ലോകത്ത് ഒരു കാര്യവും സ്വന്തം കഴിവിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. നമ്മുടെ ഭൂമി എപ്പോഴും ഇളകിയിരിക്കും, നമ്മുടെ ആകാശം ഇളകിയിരിക്കും, നമ്മുടെ കിടൽ ഇളകിയിരിക്കും, അനിശ്ചിതമായിട്ട് ഇളകിയിരിക്കും. അപ്പോഴേ ഇളകുമെന്നുള്ള ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഭൂമി ഇളകും. ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞു, എനിക്ക് 2-3 ഡിസീസ് ഉണ്ട്. ഇപ്പം ഇന്നലെ ഒരു സിസ്റ്റർ ഇവിടെ സാക്ഷ്യം പറയാം. എന്താ അസുഖം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോശം തന്നെ അവിടെ പതിരയിലെ കോശത്തെ വിഴുങ്ങുന്ന ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യും. മസ്തീന ഗ്രേവ്സ്, രക്ഷപ്പെടാൻ പാടില്ല. അവസാനം റെസ്പിറേറ്ററി പോകും, അതായത് ശ്വസിക്കാനുള്ള അത് ആ ഒരു സംഭവം വന്ന് പതിരകളുടെ കോശങ്ങളെ വിഴുങ്ങും, പതിരകളുടെ കോശങ്ങളെ ചുരുക്കും, പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല. തൈമസ് ഇവിടെ ഇരിക്കുന്ന 2 ഗ്രന്ഥികൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറയും. ഓപ്പറേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം വരും. അവരുടെ ഭൂമി കുലുങ്ങുകയാണ്, അവരുടെ ആകാശം കുലുങ്ങുകയാണ്, അവരുടെ കടൽ ഇളകുകയാണ്. എന്താ ഡോക്ടർ പറയണത്? നിങ്ങൾക്ക് ഇനി സംസാരിക്കാൻ പറ്റത്തില്ല. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണും തുറക്കത്തില്ല. ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണ്ണും തുറക്കത്തില്ല, നിങ്ങൾക്ക് സംസാരിക്കാനും പറ്റത്തില്ല. ഇത് ഡോക്ടർ നേരിട്ട് പറയുകയാണ്. പണ്ടത്തെ കാലത്ത് അല്ല, മരിക്കാൻ പോണ രോഗിയോട് നേരെ അങ്ങോട്ട് ഡോക്ടർ പറയും. എന്നിട്ട് നിങ്ങൾ ചാകും, അതിന് ഞാൻ ഉത്തരവാദിയല്ലെന്നാണ് പറയണം. അത് മെഡിക്കൽ ഗ്രൗണ്ടാണത്. പണ്ടിങ്ങനെ ഡോക്ടർമാർ പറയത്തില്ല, സാരമില്ല ശരിയാവും എന്നേ പറയത്തുള്ളൂ. ഇപ്പോൾ ലക്ഷങ്ങൾ മേടിച്ചാലും അവർ പറയും ശരിയാകത്തില്ലെന്ന് പറയും. അത് നിങ്ങളുടെ ആശുപത്രി ഫീസ്. പക്ഷേ ഇതുകൊണ്ട് ഇത് ശരിയാകാൻ നിർബന്ധമില്ല. അപ്പോൾ മുഖത്ത് നോക്കി പറയും. അപ്പോൾ നമുക്കുള്ള ഊര് കൂടി പോകും, നമ്മുടെ ഉള്ള ഭൂമി കൂടി ഇളകും, നമ്മുടെ കടലിളകും, നമ്മുടെ ആകാശം ഇളകും. അപ്പോൾ ഇങ്ങനെയെല്ലാം ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അമ്മ വന്ന്, ഈ സിസ്റ്ററിൻ്റെ അമ്മ, സിസ്റ്റർ MBBS സ്റ്റുഡൻ്റാണ് സെൻറ്റ് ജോൺ മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ അവരുടെ അവസ്ഥ എന്താ? അവർക്കാണ് സെൻറ്റ് ജോൺ മെഡിക്കൽ കോളേജിൽ അൽഫോൻസ മറിയം എന്നുള്ള സിസ്റ്റർ ഇന്നലെ സാക്ഷ്യം പറഞ്ഞതാണ്. അവരുടെ അസുഖം എന്താണ്?
ഇപ്പോൾ തൈമസ് ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ പോവുകയാണ് അവർക്ക്. തൈമസ് ഓപ്പറേറ്റ് ചെയ്ത് കളയണതിന് ഒപ്പം തിയേറ്റർ വെച്ച് പറയും സംസാരിക്കാൻ പറ്റത്തില്ല, ഇനി ചിലപ്പോൾ അത് കണ്ണും തുറക്കത്തില്ല, പക്ഷേ നമുക്കിതെല്ലാം വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറയും, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവരുടെ അമ്മ പറയും, അമ്മ എന്താ പറയണത്, നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് മകളെ എന്ന് പറയും. ഈ മെഡിക്കൽ സ്റ്റുഡൻറ്റിനോട് അവരെന്താ പറയണത്, അമ്മ എന്താ പറയണത്, നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നിൻ്റെ ഊരും എൻ്റെ ആയുസ്സും ഞാൻ ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് കൃത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, എൻ്റെ മകൾ പോകുമെന്ന് പറയും. അതാണ് അമ്മ എന്ന് പറയണത്. അതായത് നമ്മുടെ ഒരു ജീവിതമാണ് ഈ സംഭവം. ഈ ജീവിതത്തിൽ ചില സമയത്ത് പെട്ടെന്ന്, അപ്പോൾ ആ സിസ്റ്റർ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ രോഗിയായത് കാരണം എനിക്ക് എല്ലാവരുടെയും രോഗങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ഇതാണല്ല പ്രശ്നം മനുഷ്യൻ കൂടുതൽ സ്വാർത്ഥനായി പോകുന്നതിൻ്റെ കാരണം മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഞാൻ രോഗിയായത് കാരണം, ഇപ്പോൾ എന്നെ സംബന്ധിച്ചത് എൻ്റെ അവസ്ഥ എന്താണ്, ഞാൻ ഓരോ ക്യാൻസർ പേഷ്യൻറ്റിനെയും ഓരോ കിഡ്നി പേഷ്യൻറ്റിനെയും അവർ അൾത്താരെ വരുമ്പോൾ അവിടെ തലയെ കൈ വെച്ചിട്ട് കുറേ പ്രാർത്ഥനകളുണ്ട്, മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷേ അവരോടൊക്കെ ഞാൻ കാണിക്കുന്ന കാരുണ്യം എന്താണ്, ഞാൻ ബേസിക്കായിട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ടാണ്. ഞാൻ നല്ല ആരോഗ്യമുള്ള ജിംനേഷ്യനിലൊക്കെ ഉള്ള 16 കട്ടിങ്സുള്ള പാർട്ടിയാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ മസിൽ കൈ വെച്ചിട്ട് പിടിക്കത്തേ ഉള്ളൂ. കാര്യം അവരുടെ വേദന എനിക്കറിയത്തില്ലല്ലോ, അവരുടെ വാട്ട് ദേ ഫീലിംഗ് അവരുടെ ഫീലിംഗ് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഫീലിംഗ് അറിയിക്കുമ്പോൾ മാത്രമേ ഒരുത്തിൻ്റെ സ്വാർത്ഥത കുറഞ്ഞു വരത്തുള്ളൂ. അല്ല യമനിയമയാം പ്രാണായാമ പ്രത്യാസ ദിനിയാസ സമാധിയിലൂടെ അത് ഒരു മാനസികമായ ആശയപരമായ രീതിയിലുള്ള നമ്മളുടെ ഒരു എന്താണ് ജഗമിഥ്യ എന്ന് കാണിക്കുന്ന ആശയപരമായ ഒരു ജ്ഞാനമാർഗമാണത്. പക്ഷേ അനുഭവപരമായിട്ട് പ്രായോഗിക മാർഗമെന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് തന്നെ ഈ അസുഖം വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാകും, അത് പുരോഹിത നീ തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹെബ്രായർ 5:2 അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് പറഞ്ഞ പുരോഹിത നീ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. അപ്പൊ ഈ വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറുക ഉടമ്പടിയുടെ ഭാഗമാണത്. നമുക്ക് സഹതാപമൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല, ദൈവത്തിൻ്റെ ലെവലുണ്ട്. എന്താണ് വേണ്ടത്ര സഹതാപം? നിങ്ങൾക്ക് ആൾക്കാരുടെ സഹതാപമുണ്ട്, നിങ്ങളുടെ അപ്പനോട് അമ്മയോട് നാട്ടുകാർ നിങ്ങളുടെ ബന്ധുക്കളോടാണ് സഹതാപം ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ആൾക്കാരോട് നിങ്ങൾക്ക് സഹതാപം ഉണ്ടാ ഇല്ല. നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ പറയും എല്ലാവർക്കും എല്ലാവരുടെയും തകർച്ച കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. എന്താണ് അവന് അങ്ങനെ തന്നെ വേണം, അവന് ഇത്തിരി ഇടുപ്പ് കൂടുതലാണ്, അവൾക്ക് അങ്ങനെ തന്നെ വേണം. അതാണ് നമ്മുടെ മനസ്സിരിക്കണത്. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോഴും ഒരു മനുഷ്യൻ്റെ തകർച്ച കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്? നിങ്ങൾ ലോകത്തനായതുകൊണ്ടാണ്. ഈ ലോകത്തനായി നിന്നുകൊണ്ട് ഒരിക്കലും ഉടമ്പടിയുടെ ആനുകൂല്യം കൈപ്പറ്റാൻ പാടായിരിക്കും. സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ്റെ തോറ്റുപോയെന്ന്, ഒരാൾ പരീക്ഷയ്ക്ക് തോറ്റു, തോറ്റുപോയോ, കഷ്ടമായി പോയെന്ന് പറഞ്ഞ് ഉള്ളിൽ സന്തോഷമായിരിക്കും. പിതാച തോറ്റല്ല, അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. ഇതാണ് നമുക്ക് ഡബിൾ മൈൻഡാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഡബിൾ വിഷൻ എന്ന് പറഞ്ഞ പോലെ കാപട്യത്തിന് 2 മൈൻഡുണ്ട്. ഒരു മനുഷ്യൻ തോറ്റു, അവൻ്റെ കാലൊടിഞ്ഞു, അവൻ ചില മലയാളികൾ അമേരിക്കയിൽ വണ്ടി ഇടിച്ച് മരിച്ചു. അവിടെ നമ്മൾ പത്രം വായിക്കും, മലയാളി കാനഡയിൽ വണ്ടി ഇടിച്ച് മരിച്ചു, അവൾക്ക് അങ്ങനെ തന്നെ വേണം, നാട്ടിൽ നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ കെട്ടിയെടുത്ത് അങ്ങോട്ട് പോയിരിക്കണം. ഇതാണ് മനസ്സിരിപ്പ്, ഇതാണ്. അപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉടമ്പടി ബ്രേക്കാണ്. കാര്യം ഈ ആൾ ഉടമ്പടി എടുക്കാൻ യോഗ്യനല്ല. ഇവർ കേട്ടാൽ ഇവർക്കൊരു ബന്ധവുമില്ല. കാനഡയിൽ മലയാളി വണ്ടി ഇടിച്ച് മരിച്ചു, അവൾക്ക് അങ്ങനെ തന്നെ വേണം, പെരുപ്പ് വന്നിട്ടല്ല അങ്ങോട്ട് ചാടിപ്പോയിരിക്കണം, വല്ല കാര്യം ഉണ്ടായ ഇന്നിട്ട് നാട്ടിൽ നിൽക്കാൻ പാടില്ല ഞാൻ. അപ്പോൾ ആൾ കളിക്കാൻ വേണ്ടി വലിയ വീട് വെക്കാൻ വേണ്ടി പോയിരിക്കുകയും അപ്പോൾ ഇങ്ങനെ പുച്ഛം തോന്നുടനെ ജഡിക മനുഷ്യനെ പുച്ഛം തോന്നും. അതാണ് വേണ്ടത്ര. എടുത്തേ വചനെടുത്തേ ഹെബ്രായർ 5:2 അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് പറഞ്ഞേ, അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഒന്നുകൂടി പറഞ്ഞ, ഒന്ന് വായിച്ച മോളെ. അവൻ തന്നെ ഒന്ന് പറഞ്ഞ, അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇപ്പൊ ദൈവം മനുഷ്യരെ കാണുന്ന 2 ആത്മബന്ധത്തിന് 2 ഡയമെൻഷനാണ്. ദൈവം ഒന്ന് പറയും ജ്ഞാനമുള്ളവരെന്ന് പറയും, പിന്നെ എന്താണ് അജ്ഞരുണ്ട്, അറിയാൻ പാടില്ലാത്തവർ.
ഈ അറിയാൻ പാടില്ലാത്ത വർഗത്തോട് കാണിക്കുന്ന സഹതാപമാണ് ദൈവിക സഹതാപം. അതാണ് വേണ്ടത്ര സഹതാപം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ നെഞ്ചിൽ കുത്തിയപ്പോഴേ, പിതാവേ അവരോട് ക്ഷമിക്കണമേ. എന്താ കാരണം? അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് അറിയില്ല. അത് അജ്ഞരെന്ന് പറയുന്നതാണ്. കർത്താവ് അതായത് ഈ അജ്ഞർ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. നിങ്ങൾക്ക് ആത്മബന്ധമുള്ളവരുണ്ട്, അയൽവാസികളുണ്ട്, അവരോടൊക്കെ നിങ്ങൾ ഓക്കെയാണ്. ആത്മബന്ധമുള്ളവരുണ്ട്, അയൽവാസികളുണ്ട്. പക്ഷെ ദൈവം നിങ്ങൾക്ക് സഹതാപം ഉണ്ടെന്നേ പറയത്തുള്ളൂ, പക്ഷെ വേണ്ടത്ര സഹതാപം ഉണ്ടെന്ന് പറയത്തില്ല. വേണ്ടത്ര സഹതാപം ഉണ്ടെന്ന് പറയണമെങ്കിൽ അജ്ഞരോടുകൂടി നിങ്ങൾക്ക് അതേ സഹതാപം, ആത്മബന്ധമുള്ള ആൾക്കാരോടുള്ള സഹതാപം അജ്ഞനോടുണ്ടാകണം. എന്നുവെച്ചാൽ നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ, നിങ്ങൾക്കറിയാൻ പാടില്ലാത്തവർ, പിന്നീട് അവർ അന്യരാണ്. നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ പിന്നെന്താണ്? നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർ. അവർക്ക് ബൈബിൾ എന്താ പറയണത്? അജ്ഞര്. അജ്ഞരാരാണ്? അന്യരാണ്. അപ്പം അജ്ഞരെന്ന് പറയുന്ന അന്യരോട് വേണ്ടത്ര സഹതാപം തോന്നാൻ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സ് ഉടനെ സ്വീകരിക്കും. ക്രിസ്തുവിൻ്റെ മനസ്സ് സ്വീകരിക്കുകയാണെങ്കിൽ ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട ഉടമ്പടി ലക്ഷ്യങ്ങളൊന്നാണ് നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണമെന്ന്. എൻ്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2020 ഡിസംബർ 28-നാണ്. ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു അക്രൈസ്തവയാണ്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വരുന്നത് ഞാൻ BSc നഴ്സിംഗ് പഠിക്കുകയാണ്. BSc നഴ്സിംഗ് മംഗലാപുരത്ത് പഠിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴി പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി കേൾക്കുന്നത്. അങ്ങനെ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയത്തില്ല. എങ്ങനെയെങ്കിലും കൃപാസനത്തിൽ വരണം, എൻ്റെ എയിം അത് മാത്രമായിരുന്നു. എനിക്ക് എക്സാമിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി എക്സാം അപ്പിയർ ചെയ്യാൻ പോവാണ്, അതിൻ്റെ ടെൻഷനുണ്ട്. എങ്കിൽ പോലും എനിക്ക് അതിൻ്റെയൊക്കെ അപ്പുറത്ത് എനിക്ക് മാതാവിന് ഈ കൃപാസനത്തിൽ വരണം എനിക്ക് എങ്ങനെയെങ്കിലും. ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് ലീവ് കിട്ടിയ സമയത്ത് നാട്ടിൽ വന്ന് കൃപാസനത്തിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് കണ്ടു. ഇവിടെ വന്ന് ഞാൻ ഭയങ്കര വലിയൊരു പള്ളിയാണ് പ്രതീക്ഷിച്ചത്. ഇവിടെ വന്ന് കണ്ടു. എനിക്കൊന്നും അറിയത്തില്ല, കാരണം ഞാൻ ക്രിസ്ത്യൻ രീതിയിലുള്ള ഒരു രീതിയിലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, പോയി. പത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ. അങ്ങനെ വീട്ടിൽ ചെന്ന് ഞാൻ ഈ പത്രം മൊത്തം വായിച്ചു, സാക്ഷ്യങ്ങളെല്ലാം വായിച്ചു. ഇതിനു മുമ്പ് ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടിട്ടില്ല. അപ്പം നന്നായിട്ട് ഞാൻ സാക്ഷ്യങ്ങൾ മൊത്തം വായിച്ചു. അപ്പം ആ പത്രത്തിന് താഴെ ഒരു യൂട്യൂബിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പത്രത്തിന് താഴെ. അപ്പം ഞാൻ യൂട്യൂബിൻ്റെ ഇതുണ്ട്. അപ്പം ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് കൃപാസനം ഒന്ന് അടിച്ച് നോക്കി. അപ്പോൾ കൃപാസനത്തെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. ഉടമ്പടി എന്താണ്, നമ്മുടെ എല്ലാം കാശ് രൂപം, വ്യഞ്ചരിച്ച വസ്തുക്കളുടെ പറ്റിയും എല്ലാ കാര്യങ്ങളും, ജോസഫ് അച്ഛനെ പറ്റിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ എല്ലാം ഇരുന്ന് കണ്ടു. എല്ലാം ഇരുന്ന് കണ്ടപ്പോഴും എനിക്ക് മാതാവിനോട് ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹത്തോടെ എനിക്ക് എങ്ങനെയെങ്കിലും ഭയങ്കരമായിട്ട് പ്രാർത്ഥന എൻ്റെ ഭയങ്കരമായിട്ട് വന്നു. ഒരു അക്രൈസ്തവ ആയതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലിരുന്ന് അങ്ങനെ ജപമൊന്നും ചൊല്ലുന്ന ആളല്ല. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അന്നേരം തന്നെ തുടങ്ങി. ഉടമ്പടി ഞാൻ ഓൺലൈനായിട്ട് എടുത്തു. മാതാവിൻ്റെ അടുത്ത് നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അച്ഛൻ്റെ ടോക്കിൽ എപ്പോഴും പറയാറുണ്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മാതാവിനോട് അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ഇയറിലെ എക്സാം ആയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവേ എൻ്റെ മെറിറ്റിലല്ല, ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ആ ഒരു വചനം കേട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ മെറിറ്റ് ഉപേക്ഷിച്ച ആളാണ്. എനിക്ക് എൻ്റെ മെറിറ്റിൽ ഒന്നും വേണ്ടാന്ന് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഗ്രേസിന് വേണ്ടി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാം എൻ്റെ കൂട്ടത്തിൽ എൻ്റെ റൂമിലുണ്ടായിരുന്ന എല്ലാം ക്രിസ്ത്യൻ ഫ്രണ്ട്സാണ്, ഒരാൾ പോലും ഹിന്ദു ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ അവരൊക്കെ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഞാൻ ഭയങ്കര അതിൻ്റെ 100 ടൈംസ് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സും എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും ചർച്ചാ വിഷയമായി തുടങ്ങി എൻ്റെ പ്രാർത്ഥന. ഞാൻ പള്ളിയിൽ എല്ലാ ദിവസവും പോകുന്നു, ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആർക്കും എൻ്റെ ക്ലാസ് തന്നെ ആരും കൃപാസനത്തിലെ ഉടമ്പടി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആലപ്പുഴയിൽ നിന്നുള്ള സ്റ്റുഡൻസൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അറിയാം, എന്നാലും ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ വഴി അവരൊക്കെ ഉടമ്പടിയിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ മാതാവിൻ്റെ ഫസ്റ്റ് ഇയറിൽ ഗ്രേസിന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പം എനിക്ക് അനാട്ടമി പോലുള്ള വിഷയങ്ങളൊക്കെ നല്ല ടഫാണ്. ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് പോലും വാങ്ങിയിട്ടില്ല. ഏതോ ഒരു സുഹൃത്തിൻ്റെ ടെക്സ്റ്റ് വെച്ചാണ് ഞാൻ പഠിച്ചത്. എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് എനിക്ക് ആ ടെക്സ്റ്റ് വേണ്ടാന്നുള്ള ഒരു ഇതായിരുന്നു. എനിക്ക് പ്രാർത്ഥനയുണ്ട്, അതുകൊണ്ടൊക്കെയാണ് ഞാൻ 3 മണിക്ക് എണീച്ച് പ്രാർത്ഥിക്കും, കൊന്ത എത്തിക്കും. എൻ്റെ സുഹൃത്തുക്കൾ വഴി ഞാൻ കൊന്ത പഠിച്ചു. അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ പഠിച്ചു. എല്ലാവരും ഉറങ്ങുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പാത്തിരുന്ന് വരെയും പ്രാർത്ഥിച്ചിട്ടുള്ള സമയമുണ്ട്. എപ്പോഴും എല്ലാവരും ഇങ്ങനെ പറയും, എനിക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, പഠിത്തമേ ഇല്ല എന്ന് പറയുമ്പോഴും ഞാൻ ഒളിച്ചിരുന്ന് വരെയും പ്രാർത്ഥിച്ചിട്ടുണ്ട്.
അങ്ങനെ ഗ്രേസിന് വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ഫസ്റ്റ് ഇയർ പ്രാർത്ഥിച്ചു. അങ്ങനെ നഴ്സിംഗ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ദൈവത്തിൻ്റെ ഗ്രേസ് തന്നെയാണ്, അതല്ലാതെ വേറെ ആർക്കും ഇട്ട് കൊടുക്കത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, ഇപ്പം എനിവേസ് ഞാൻ തോറ്റുപോയാലും എനിക്ക് തോക്കാനുള്ള മാർക്കേ ഉള്ളൂ എങ്കിൽ പോലും മാതാവ് നിൻ്റെ ഗ്രേസ് തന്നിട്ട് എനിക്ക് പാസ്സാക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും ഒന്നിച്ചിരുന്നാണ് പഠിച്ചത്. ഒന്നിച്ച് ഞങ്ങൾക്ക് ഒരേ സെയിം മാർക്കായിരുന്നു, സെയിം മാർക്ക്, ഒരു ഡിജിറ്റ് പോലും വ്യത്യാസമില്ല, സെയിം മാർക്ക്. പക്ഷേ എനിക്ക് 3 സബ്ജക്റ്റിന് ഗ്രേസ് മാർക്ക് കിട്ടി, അവൾക്ക് കിട്ടിയില്ല, അവൾ ഫെയിലായി. ഞാൻ ആ 3 മാർക്കിന് 3 ഗ്രേസ് മാർക്ക് കിട്ടിയ കൊണ്ട് ഞാൻ ആ ഫസ്റ്റ് ഇയർ പാസ്സായി. അതുപോലെ 2ാമത്തെ വർഷം വന്നപ്പോഴത്തേന് എനിക്ക് ഭയങ്കര വിശ്വാസമായി, അമ്മ മാതാവിൻ്റെ ഗ്രേസ് എനിക്ക് കിട്ടിയല്ലോ. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. അങ്ങനെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു വന്നിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറച്ച് ഇമോഷണലി എന്നെ തളർത്തുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായി. അപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളാണ്. എൻ്റെ ലൈഫ് അങ്ങനെ ആയിരുന്നു. ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെയാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് ചെറിയ രീതിക്ക് മാറാൻ തുടങ്ങി. എൻ്റെ പ്രാർത്ഥനാ ലൈഫ് എനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പം സെക്കൻഡ് ഇയറിലെ എക്സാം വന്നപ്പം എനിക്ക് പഠിക്കാനും പറ്റിയിട്ടില്ല. ഞാൻ ഒന്നും പഠിക്കാതെ തന്നെയാണ് പോയി അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഫെയിൽ ആവുമെന്ന് ഉറപ്പായിരുന്നു. എങ്കിലും ഞാൻ മനസ്സിലോർത്തായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഞാൻ പാസ്സാവുമെന്ന്. പക്ഷെ എനിക്ക് പ്രാർത്ഥനയില്ലായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിൽ റിസൾട്ട് വന്നപ്പോൾ 2 വിഷയങ്ങൾക്ക് ഞാൻ ഫെയിലായി. സെക്കൻഡ് ഇയറിൽ ഫെയിലായെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എഴുതി. അപ്പോൾ എനിക്കറിയാം വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ വീണ്ടും ഞാൻ എഴുതി. എന്നാലും ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കും, പക്ഷേ എന്നത്തെ പോലെ ഇല്ല. അങ്ങനെ ഞാൻ എക്സാം അപ്പിയർ 2 വീണ്ടും ഞാൻ സപ്ലിക്ക് കൊടുത്ത് ഞാൻ സപ്ലി എഴുതി. എനിക്ക് ഏറ്റവും പാടുള്ള വിഷയം കിട്ടി. പക്ഷേ എല്ലാവരും പറയും എളുപ്പമാണെന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്, MSN എന്ന് പറയും. അത് എല്ലാവർക്കും എളുപ്പമാണ്, വെറുതെ പോയിരുന്ന് എഴുതിയാൽ മതി കിട്ടും എന്ന് എല്ലാവരും പറയുന്ന സബ്ജക്റ്റാണ്. പക്ഷേ അത് വീണ്ടും മാതാവ് എനിക്ക് ഫെയിലാക്കി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അത്രയും മാതാവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ്. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് എന്നെ ഈ അൾത്താരെ കയറ്റിയെന്ന് സാക്ഷ്യം പറയിക്കണേ. എപ്പോഴും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ജോസഫ് അച്ഛൻ്റെ ടോക്കിലൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അങ്ങനെ തന്നെ. അങ്ങനെ എനിക്ക് വീണ്ടും ഫെയിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്ക് ഫെയിലായതിനേക്കാളും ഭയങ്കര സങ്കടമെന്ന് വെച്ചാൽ എൻ്റെ പ്രാർത്ഥനാ ലൈഫ് എനിക്ക് വീണ്ടും അതുപോലെ കൊണ്ടുവരണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ നല്ല അടിപൊളിയായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഉറക്കമുളച്ച് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്ന് പറയാം. ഉറങ്ങാതെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരും എക്സാമിന് തലേദിവസം ഒന്നും ഉറങ്ങാറില്ല, പഠിക്കുമായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാവരും പഠിക്കുക തന്നെയാണ്. ഞാൻ ആ സമയത്ത് പോലും പഠിക്കുന്ന സമയം പോലും എനിക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് സെക്കൻഡ് ഇയറിൽ ആ സബ്ജക്റ്റ് കിട്ടി. തേർഡ് ഇയറും കൂടെ ഞാൻ ഒന്നിച്ചാണ് എഴുതിയത്. അപ്പോൾ തേർഡ് ഇയറിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് തന്നു. ഫസ്റ്റ് ക്ലാസ് കിട്ടി, ഞാൻ വിജയിച്ചു. ഇന്നലെ എൻ്റെ 4th ഇയറിൻ്റെ റിസൾട്ട് വന്നു. അതുകൊണ്ടൊക്കെ ഞാൻ 4th ഇയറിലെ എക്സാം അപ്പിയർ ചെയ്യാൻ പോയപ്പോഴും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പോയത്. ഞാൻ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ഹാളിൻ്റെ ഒരു സൈഡിൽ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ആൻസർ ഷീറ്റിൽ ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു തൈലം വെച്ചിട്ട്. അങ്ങനെ തന്നെ ഞാൻ എക്സാം എഴുതാൻ തുടങ്ങിയത്. പക്ഷേ ഞാൻ എന്തൊക്കെയോ നോക്കിയിട്ട് പോയി. ഞാൻ നോക്കിയതൊക്കെ എവിടേക്കോ വന്നു എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് തോന്നി. പക്ഷേ ആൻസർ എഴുതാൻ തുടങ്ങിയപ്പം എനിക്ക് അങ്ങോട്ട് ഒന്നും കിട്ടുന്നില്ല, എഴുതാൻ എനിക്കൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എന്തൊക്കെയോ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ 10 മാർക്കിൻ്റെയും എല്ലാം ക്വസ്റ്റ്യൻസ് ഞാൻ കുറേയൊക്കെ അറ്റൻഡ് ചെയ്തെന്നാണ്. പക്ഷേ ഞാനതൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ വീണ്ടും ഒന്ന് റീചെക്ക് ചെയ്തപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ആകെ ലെഫ്റ്റ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ അരമണിക്കൂറാണ്. ആ അരമണിക്കൂർ കൊണ്ട് എനിക്ക് ഈ 5 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യനും ഈ 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനും എഴുതി തീർക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന് ഉറപ്പായിരുന്നു. അപ്പം ഞാൻ ആ ഹാളിൽ ഇരുന്നു കൊണ്ട് തന്നെ മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ചാണ് എക്സാം എഴുതുന്നത്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്, മാതാവേ എനിക്ക് അരമണിക്കൂറേ ഉള്ളൂ, എൻ്റെ സമയത്തിൻ്റെ മേലെ അധികാരമുള്ള മാതാവാണ് നീ, എനിക്ക് ഈ അരമണിക്കൂർ കൊണ്ട് എന്നെ ഇത് എഴുതിപ്പിക്കണമെന്ന്. അപ്പോൾ തൊട്ട് എനിക്ക് അറിയത്തില്ല എവിടുന്ന് ആൻസർ വരുന്നതെന്ന്. അതുപോലൊക്കെ എനിക്ക് ആൻസർ ഭയങ്കരമായിട്ട് വന്ന് എനിക്ക് പേന താത്തി വെക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആ അരമണിക്കൂർ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. ശേഷം എനിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പത്രം കൊടുക്കാനുള്ള സമയമുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയായിരുന്നു എഴുതിയത്. അത്രയും നന്നായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം തന്നെ അന്ന് എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഡിസംബർ 7-ാം തീയതിയാണ്. അന്ന് മാതാവിൻ്റെ ദിവസമാണല്ലോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ അപ്പുറത്തിരിക്കുന്നവർ, എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും അറിയാം ഞാൻ കൃപാസനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്നാണ് എല്ലാവരും എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ 7-ാം തീയതി കിട്ടിയപ്പോൾ തന്നെ എൻ്റെ അപ്പുറത്തിരുന്നവരടുത്തൊക്കെ ഞാൻ പറഞ്ഞു, ഡിസംബർ 7-ആണിന്ന്, നമ്മളെല്ലാവരും മാതാവ് പാസ്സാക്കും, മാതാവിൻ്റെ ദിവസമാണ് നമുക്ക് ഹോൾ ടിക്കറ്റ് കൈ കിട്ടിയേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എക്സാമിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബറിൽ എക്സാം കഴിഞ്ഞെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇപ്പോൾ ജനുവരി ഫെബ്രുവരി ആയി, ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഞങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം നടന്നത്. കുറേ ലേറ്റ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ റിസൾട്ട് വരാനും ഇപ്പോൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി പറഞ്ഞു 7-ന് ശേഷമേ വരത്തുള്ളൂ. എൻ്റെ കൂടെയുള്ള പഠിക്കുന്ന കുറേ ഫ്രണ്ട്സ് പറഞ്ഞു 7-ന് ശേഷമേ വരത്തുള്ളൂ. പക്ഷേ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവേ 6-ാം തീയതി എനിക്ക് റിസൾട്ട് തരണേ, 6-ാം തീയതി തന്നിട്ട് 7-ാം തീയതി ഞാൻ ഈ അൾത്താരെ എന്നെ കയറ്റി നിർത്തണേ. എനിക്ക് 4-ാമത്തെ വർഷത്തിലെ റിസൾട്ട് വരുന്നതിനേക്കാളും വന്ന് ഞാൻ പാസ്സാവുന്നതിനേക്കാളും എനിക്ക് ഭയങ്കര ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ അൾത്താരെ കയറുന്നതായിരുന്നു. ഇന്നലെ വന്ന റിസൾട്ടാണ്. ഞാൻ നോക്കിയില്ല, ആരോടും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മാതാവിനോടേ പറയത്തുള്ളൂ. ഞാൻ ഇവിടെ വന്ന് രാവിലെ 11:15 ഇവിടെ എത്തി ഞാൻ അവിടെ മാതാവിൻ്റെ സമയഘടികാരം നെഞ്ചു ചാർത്തി. അതെൻ്റെ ഫേവറേറ്റാണ്. ആ മാതാവ് എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. എന്ത് വിഷമം വന്നാലും ഞാൻ അവിടെ വന്നതെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഇവിടുത്തെ വിളക്കിൽ നിന്ന് തൈലം എടുത്ത് കുരിശ് എൻ്റെ ഫോണിൽ വരച്ച ശേഷമാണ് ഞാൻ റിസൾട്ട് നോക്കിയത്. റിസൾട്ട് നോക്കി എനിക്കിപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ മാതാവിനോടാണ് പറയുന്നത്. ഞാൻ മാതാവിന് കൊടുത്ത വാക്ക് പാലിക്കുന്ന പോലെ തന്നെ എനിക്ക് മാതാവ് ഫസ്റ്റ് ക്ലാസ് തന്ന് അനുഗ്രഹിച്ചു. ഒരുപാട് നന്ദിയുണ്ട് മാതാവിനും തിരുക്കുമാരനും. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയും ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പത്രം ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് പുറത്തൊന്നും പോകാൻ പറ്റാഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു എൻ്റെ എഫേർട്ട് എന്തെങ്കിലും വേണം, ഞാൻ മാതാവിന് വേണ്ടി പറയണം, ഈശോയെ പറ്റി പറയണം എന്ന് വെച്ചാൽ ഞാൻ ക്രിസ്ത്യൻ അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്രയൊന്നും പറയാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് പുറത്ത് പോകാനും പറ്റത്തില്ലായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ ഒരു 100 പത്രത്തിനടുത്ത് വാങ്ങിയിട്ട് പോയി. പിന്നെ ആരെങ്കിലുമൊക്കെ ഉപേക്ഷിക്കുന്ന പത്രം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്ക് കരച്ചിൽ വരും ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് കഴിഞ്ഞാൽ. അപ്പം ഞാൻ ആ പത്രം എടുത്ത് വെക്കും എൻ്റെ കയ്യിൽ. എന്നിട്ട് ഞാൻ ഇത്രയും കൂട്ടി വെച്ചൊരു 100 പത്രത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. അത്രയും പത്രത്തിനനുസരിച്ച് ഞാൻ 100 വട്ടം ഞാൻ വിശ്വാസപ്രമാണം എഴുതി. ഞാൻ പഠിക്കേണ്ട സമയത്ത് എല്ലാം ഇരുന്ന് വിശ്വാസപ്രമാണം എഴുതി ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ ഞാൻ ആ വിശ്വാസപ്രമാണം ഓരോ പത്രത്തിൻ്റെ കൂടെ കൊടുക്കുമായിരുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എൻ്റെ കോളേജിൽ അങ്ങനെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്, എൻ്റെ കൂടെ പഠിക്കുന്നവർക്കും എൻ്റെ ജൂനിയേഴ്സിനും എല്ലാവർക്കും. പിന്നെ പത്രം ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകളിൽ കൊടുക്കാറുണ്ട്. എൻ്റെ അച്ഛൻ്റെ രോഗസൗഖ്യം നടന്ന ആ ഹോസ്പിറ്റലിൽ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ പത്രം കൊടുക്കുന്ന ബസ് സ്റ്റാൻഡിൽ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പത്രം കൊടുക്കുന്നതിനേക്കാളും ഒരാൾക്കടുത്ത് ഞാൻ കൊടുത്തിട്ടുള്ളെങ്കിൽ പോലും ഞാൻ അവരുടെ അടുത്തിരുന്ന എൻ്റെ അനുഭവം ഫുള്ള് ഇപ്പം ഞാൻ പാസ്സായത് മാത്രമല്ല, ഇവിടെ എനിക്ക് പറയാൻ പറ്റാത്ത എൻ്റെ കൂടെ ആരും വരാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ എല്ലാ ഫാമിലി നടന്നിട്ടുള്ളതും എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽക്കും ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത ശേഷമാണ് ഞാൻ ആ പത്രം കൊടുക്കുന്നത്. ഇവിടെ വരണമെന്ന് ഞാൻ എല്ലാവരോടും പറയും. മാതാവിൻ്റെ അടുത്ത് ഒരു വട്ടം വരണമെന്ന് ഞാൻ എന്തായാലും പറയും. ഒരു വട്ടം വന്ന് ഉറപ്പായിട്ട് അവർ പിന്നീട് എപ്പോഴും വരും. അങ്ങനെ ഞാൻ അത്രയും പറഞ്ഞിട്ടാണ് ഞാൻ മാതാവിൻ്റെ പത്രങ്ങൾ കൊടുക്കുന്നത്. ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്റ്റുഡൻ്റായിട്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡൊന്നും ഇല്ലാത്തവർക്ക് ഞാൻ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിച്ച് വെള്ളം വാങ്ങിച്ച് ഞാൻ കൊണ്ടവരിയ്ക്കുന്ന സ്ഥലത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്തേക്ക് ആരെങ്കിലും എന്തോ കൈ നീട്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ 50 രൂപ ഉള്ളെങ്കിൽ ഞാൻ 50 കൊടുക്കും. ഇനി മുന്നോട്ടുള്ള എൻ്റെ യാത്രയൊന്നും ഞാൻ ആലോചിക്കാറില്ല. എനിക്കുറപ്പാണ് മാതാവ് എന്തെങ്കിലും വഴി തരും. എങ്ങനെയെങ്കിലും ഞാനങ്ങ് പൊക്കോളൂന്ന് ഞാൻ ഓർക്കും. എൻ്റെ കയ്യിൽ 50 രൂപ ഉള്ളെങ്കിൽ ഞാനത് കൊടുക്കും. പിന്നെ എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാനും ചേച്ചിയും കൂടെ ചേർന്ന് ഫുഡ് ഞാൻ തന്നെ, ഞങ്ങൾ 2 വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ, എനിക്ക് ഭയങ്കര എൻ്റെ ഒരു എഫേർട്ട് എന്തെങ്കിലും വേണമല്ലോ. അപ്പം ഞാൻ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഞാൻ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് തന്നെ പൊതി കെട്ടി ഞാനും ചേച്ചിയും കൂടെ കൊണ്ട് പൊതികൾ കൊടുക്കാറുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോയി കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത്. ഞാൻ എല്ലാവരോടും മാതാവിനെ ഈശോയെ പറ്റി പറയാറുണ്ട്, പത്രം കൊടുക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ വഴി ഒരുപാട് പേര് വന്ന് ഉടമ്പടി എടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നന്ദി ഈശോയ്ക്കും മാതാവിനും. റോമ 10:9 യേശു കർത്താവാണ് എന്ന അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അശ്വതി ഹരി എന്ന ഈ മകളുടെ ജീവസുറ്റ സാക്ഷ്യമാണ് നാം ഈ നിമിഷങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നത്. മകളുടെ നേഴ്സിംഗ് പഠനകാലത്ത് മകൾ കൃപാസനം മാതാവിനെ പരിചയപ്പെടുന്നു. അത് ആദ്യം ഒരു ദിനം പ്രാർത്ഥിക്കുവാൻ ഇവിടെ എത്തുന്നു. പിന്നെ ഒരു പത്രം വാങ്ങിക്കൊണ്ടുപോയി അതിൽ നിന്ന് യൂട്യൂബ് ചാനൽ കണ്ട് ആ ചാനലിലൂടെ കൃപാസനത്തെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും അതിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നു. പിന്നീട് മകൾ പറഞ്ഞ വാക്കുകളൊക്കെയും തീഷ്ണമായ ഉടമ്പടി ജീവിതത്തോടുള്ള വിശ്വസ്തതയാണ്.
ശരിക്കും നമ്മളെ ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ് മകൾ ഉടമ്പടിയെ സമീപിക്കുന്നതെന്ന് നമുക്കറിയാം. എത്ര കണ്ട് സ്നേഹത്തോടെ ഉടമ്പടിയുടെ ഓരോ പ്രാർത്ഥനകളും നിർവഹിക്കുന്നു, എത്ര കണ്ട് ഗൗരവത്തോടു കൂടി ഉടമ്പടിയുടെ ധ്യാനത്തെ, സാക്ഷ്യങ്ങളെ, ജീവിതത്തെ, ഉപവാസത്തെ ഒക്കെ മകൾ സമീപിക്കുന്നു. ഓരോ പരീക്ഷയ്ക്ക് വേണ്ടി മകൾ ഒരുങ്ങുന്ന സമയത്തും അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് മകളത് പരീക്ഷ എഴുതുന്നു. മറ്റൊരാൾ തോറ്റതിൻ്റെ വിശേഷം അല്ല മകൾ ശരിക്കും ആദ്യം അത് സൂചിപ്പിക്കുന്നത്. മകൾ പറയുവാൻ ഉദ്ദേശിച്ചത് രണ്ടുപേർക്കും ഒരേ മാർക്കായിരുന്നെങ്കിലും മകൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയതിൻ്റെ അമ്മ മാതാവ് ആദ്യ വർഷത്തെ ക്ലേശകരമായ വിഷയങ്ങളൊക്കെയും വിജയത്തിലേക്ക് മകളെ നയിച്ചതിൻ്റെ സന്തോഷമാണ്. പരിശുദ്ധമ്മ കൂടെയുണ്ട് എന്ന ബോധ്യത്തിലാണ് ഓരോ നിമിഷവും മകൾ ജീവിച്ചു കൊണ്ടിരുന്നത്. ഉടമ്പടിയിൽ ചിലർക്ക് ചില കാലങ്ങളിൽ വരുന്ന ഒരു മന്ദതയെക്കുറിച്ച് മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ടിരുന്നു. അത് സെക്കൻഡ് ഇയർ ആയപ്പോൾ പല പ്രശ്നങ്ങളാൽ ജീവിതം ഒന്ന് ഉലഞ്ഞപ്പോൾ ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് പോയതിനെക്കുറിച്ച്, അത് പരീക്ഷയുടെ തോൽവിയായി പരിണമിച്ചതും മകൾ ഏറ്റുപറയുന്നുണ്ട്. പിന്നീട് വീണ്ടും ഉടമ്പടിയിലേക്ക് മടങ്ങി വരുമ്പോൾ അത് വിശ്വസ്തതയുള്ള ജീവിതമായി തീരുമ്പോൾ, അത് വൈകാരികമായി അമ്മ മാതാവിനോടുള്ള ബന്ധമായി തീരുമ്പോൾ, എല്ലാ നിമിഷവും മറ്റെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉടമ്പടിയുടെ പ്രാർത്ഥനകളിലേക്ക് നന്നായി തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അത് വലിയ അനുഗ്രഹങ്ങളിലേക്ക് മകളെ കൊണ്ടുവന്നെത്തിക്കുന്നത്. അമ്മ മാതാവ് വിജയത്തിൻ്റെ മാതാവാണ്. അമ്മ മാതാവ് സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയാണ്. അതുകൊണ്ട് അരമണിക്കൂറേ ഉള്ളുവെങ്കിലും എൻ്റെ അവസാനവട്ട പരീക്ഷയ്ക്ക് ഏറെ കാര്യങ്ങൾ എഴുതുവാനുണ്ടെങ്കിലും നിമിഷങ്ങൾ കൊണ്ട് എഴുതി തീർക്കുവാൻ പറ്റുന്ന വിധത്തിൽ പരിശുദ്ധമ്മേനെ സഹായിക്കുമെന്ന ബോധ്യത്തോടു കൂടി ആ അരമണിക്കൂറിനുള്ളിൽ എല്ലാ ചോദ്യവും ആൻസർ ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ മാതാവിൻ്റെ ഒരു അനുവാദത്തോടും സംരക്ഷണയോടും കൂടി ആ ഉത്തരക്കടലാസ് മടക്കി കൊടുത്തതിനെക്കുറിച്ചും മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ മകളുടെ വാക്കുകളിൽ നാം കേട്ടത് മുഴുവനും ഉടമ്പടി ജീവിതമാണ് എന്ന സാക്ഷ്യമാണ്. ഉടമ്പടി എങ്ങനെ മറ്റുള്ളവർക്ക് ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാം എന്നതിൻ്റെ സാക്ഷ്യമാണ്. അക്രൈസ്തവ മകളാണെങ്കിലും ഏറ്റവും തിഷ്ഠമായ വിശ്വാസത്തോടു കൂടി തനിക്ക് ലഭിച്ച ഓരോ ജീവിതാനുഭവത്തെയും ദൈവത്തെ പകർന്നു കൊടുക്കുവാനുള്ള മാർഗങ്ങളായി മാറ്റിക്കൊണ്ട് മകൾ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്നു, എൻ്റെ കൃപാസന മാതാവ് എൻ്റെ ജീവിതത്തെ കൈപിടിക്കുകയും എനിക്കുള്ളത് മുഴുവൻ ആർക്ക് കൊടുത്താലും മുട്ടില്ലാതെ ജീവിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യുമെന്ന്. ഇന്ന് ഈ ദിനം 7-ാം തീയതി മകൾ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതാണ്. ഈ ദിനം ഇവിടെ എത്തി മകൾക്ക് സാക്ഷ്യം പറയണമെന്ന്. ഇന്നലെ വന്ന റിസൾട്ടാണ്. രാത്രി നോക്കാതെ, വെളുപ്പിന് നോക്കാതെ ഇവിടം വരെ ഓടിയെത്തി അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് കുരിശടയാളം വരച്ച് അമ്മ മാതാവിന് റിസൾട്ട് കാണിച്ചിട്ടാണ് ഈ സാക്ഷ്യത്തിലൂടെ മറ്റെല്ലാവരോടും പറയുക, ഫസ്റ്റ് ക്ലാസ്സോടെ വിജയിക്കുവാൻ എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു, എന്നെ സഹായിച്ചുവെന്ന്. പരിശുദ്ധമ്മയിലൂടെ ഈശോ ഈ മകൾക്ക് നൽകിയ എല്ലാ വലിയ അനുഗ്രഹത്തിനും, വിശ്വാസമെന്ന ദാനത്തിനും, വിശ്വാസം കൈമാറാൻ കൊടുത്ത ധൈര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും.